എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. എൻ്റെ മുടി കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. ഇന്നലെ വൈകിട്ട് കുളി കഴിഞ്ഞ് അതേപടി കയറി കിടന്ന കണ്ടില്ലേ പർവ്വതം പോലെ നിൽക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് കുട്ടിസ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരും. എന്നാൽ പിന്നെ രാവിലെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ച് ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ് പോകുന്ന കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6:45 പക്ഷെ നല്ല വെട്ടവും വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് മുതൽ ഒഫീഷ്യലി ലീവിലാണ് ഒരാഴ്ചത്തേക്ക്. ഞങ്ങളൊരു ടൂറ് പോവുകയാണേ. അപ്പോൾ ഇന്ന് ഇഷ്ടം പോലെ പണിയുണ്ട്. ഒരറ്റം തുടങ്ങി കിടക്കുക അങ്ങനെ. അതുകൊണ്ട് രാവിലെ തന്നെ ഇങ്ങ് എഴുന്നേറ്റ് പോന്നു. രാവിലത്തെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് പരിപാടികളൊക്കെ അങ്ങ് തുടങ്ങാമല്ലോ. കുട്ടീസിനാണെങ്കിൽ ഇന്നും കൂടെ ഒരു ഈവനിങ് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അത് കിടന്നോളും. അങ്ങനെയാകുമ്പോൾ എനിക്ക് സമാധാനമായിട്ട് എല്ലാം എടുത്തു വെക്കാമല്ലോ. ഇതെല്ലാം കൂടെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാലാണ് നാളെ രാവിലെ നമുക്ക് സ്റ്റാൻഡ് വിടാം. എല്ലാ വർഷവും നമ്മൾ കടലിൽ ഇങ്ങനെ ഒരാഴ്ച പോകുന്നതാട്ടോ ലീവ് എടുത്ത്. ഇത്തവണ പക്ഷെ നാട്ടിൽ പോയായിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് ലീവ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലായിരുന്നു. എന്നായാലും പിള്ളേർക്ക് ഇതൊരു സന്തോഷമല്ലേ കടലിൽ പോകുന്നതൊക്കെ. അപ്പോൾ ലീവ് ചോദിച്ചപ്പോൾ എന്തായാലും 2 പേർക്ക് ഒരാഴ്ചത്തെ ലീവ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ പോയേക്കാന്ന് ഞങ്ങളും വിചാരിച്ചു. ഇവിടുത്തെ സമ്മറൊക്കെ തീരാറായില്ലേ. സെപ്റ്റംബറിലാവുമ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് സ്കൂളും തുറക്കും. പിന്നെ നമ്മുടെ ഔട്ടിങ്ങുകളെല്ലാം തീർന്നു എന്ന് പറയാം. തണുപ്പ് കാലമായി കഴിഞ്ഞാൽ പിന്നെ മടിയും കൂടെ കൂടും. എന്നാൽ പിന്നെ അവർക്കൊരു സന്തോഷമല്ലേ. എനിക്ക് ഈ കടലിൽ പോയി കിടക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. എന്നാലും പോയേക്കാന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഞാനിന്ന് മുട്ട വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കി കേട്ടോ. മുട്ടയും ബ്രെഡും ഒക്കെ വെച്ചിട്ടാണ്. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാ. പക്ഷെ സംഭവം അടിപൊളിയാട്ടോ. ഹെൽത്തിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നേ. എന്നാൽ പിന്നെ ഇന്നതുണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. ഒത്തിരി വലിയ കഷ്ടപ്പാടും ഇല്ല, പെട്ടെന്ന് ആവുകയും ചെയ്യും. ലീവിന് പോകാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ കുറച്ച് പെറ്റ്സുകളുണ്ട്. ഇവരെ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടെൻഷൻ. പക്ഷെ നമ്മളോട് സ്നേഹമുള്ള നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അതുങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീറ്റ കൊടുക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ നമ്മുടെ പ്ലാൻസും ഉണ്ട്, അവരെയും കരിച്ചു കളയരുതല്ലോ. ഇനിയിപ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. ഇനി പോയി പാക്കിങ് തുടങ്ങട്ടെ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.